കേരളത്തിനകത്തെ വിദ്യാർത്ഥികൾക്ക് ഇടയിൽക്കകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് പാത്രമാകുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ നാളുകൾക്കകത്ത് ഇതേതെങ്കിലും ഒറ്റപ്പെട്ട ഒരു സംഭവമായി നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. SFI ജില്ലാ കമ്മിറ്റി തീരുമാനിക്കപ്പെട്ടത് ഈ പ്രതിഷേധം ഈ മുറ്റത്ത് കൊണ്ട് അവസാനിപ്പിക്കാമെന്നുള്ളതാണ്. SFI ജില്ലാ കമ്മിറ്റി ഈ പ്രതിഷേധം ഈ മുറ്റത്ത് കൊണ്ട് അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഈ മുറ്റത്ത് തന്നെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് ഉണ്ടാകും. ഇവിടെ കുറേ പോലീസുകാരുണ്ടല്ലോ. ബഹുമാനപ്പെട്ട പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ സമരത്തിനെ ഒരു തരത്തിലും അക്രമമായി കാണുന്നില്ല. പക്ഷേ ഈ നാടിനകത്തുള്ള സാധാരണപ്പെട്ട മനുഷ്യരുടെ അവരുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസാണ് ഈ ക്യാമ്പസ്. ഈ ക്യാമ്പസിനകത്ത് ഒരു അധ്യയന വർഷത്തിനകത്ത് 2 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് എന്തെങ്കിലും നാടിനകത്തുള്ള പോലീസുകാരോ നാടിനകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ SFIയുടെ സഖാക്കളെ, SFIയുടെ കുട്ടികളെ പിടിച്ചു വലിക്കുന്ന നിലയിലേക്ക്, ആക്രമിക്കുന്ന നിലയിലേക്ക് കാണുന്ന സാഹചര്യമുണ്ടായി. എല്ലാ പോലീസുകാരെയും അല്ല ഞങ്ങൾ പറയുന്നത്. ചില പോലീസുകാർ ഈ കൂട്ടത്തിനകത്ത് ഒറ്റുകാരായിട്ടുള്ളവരുണ്ട്. ചില പോലീസുകാർ ഈ കൂട്ടത്തിനകത്ത് ചില ആളുകളുടെ അച്ചാരം വാങ്ങുന്ന ആളുകളുണ്ട്. ആ ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ വളരെ സമാധാനപരമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു യോഗമാണ്. ആ യോഗത്തിനകത്ത്, ആ പ്രതിഷേധത്തിനകത്ത് ഞങ്ങളുടെ സഖാക്കളെ അടിച്ചമർത്താൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആ പോലീസുകാരൻ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ആ പോലീസുകാരോട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചരിത്രം അറിയാത്ത ആളുകളാണ് ആ പോലീസുകാരെങ്കിൽ ആ പോലീസുകാർ കൃത്യമായി മനസ്സിലാക്കിക്കോണം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഞങ്ങൾ ഈ സമരവുമായി വന്നപ്പോൾ നിങ്ങൾ പറയുകയുണ്ടായി, ഗേറ്റിന്റെ ഫ്രണ്ടിൽ മാത്രം സമരം നടത്തിയാൽ മതി. SFIയുടെ പരിപാടി തീരുമാനിക്കുന്നത് പോലീസുകാരല്ല എന്നുള്ളത് ബഹുമാനപൂർവ്വം പോലീസുകാരോട് സൂചിപ്പിക്കുകയാണ്. കേരളത്തിനകത്തെ വിദ്യാർത്ഥി ചരിത്രത്തെക്കുറിച്ച് പ്രിയപ്പെട്ട പോലീസുകാർക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്നിടത്ത് വെച്ച് നിങ്ങൾ പറയുന്നത് പോലെ അവസാനിക്കാൻ വേണ്ടിയല്ല SFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിനകത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സഖാവുണ്ട്, സഖാവ് മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് മുസ്തഫയുടെ ചരിത്രം പ്രിയപ്പെട്ട പോലീസുകാരൻ മനസ്സിലാക്കിക്കോളാം. ആ മുഹമ്മദ് മുസ്തഫ അടിയന്തരാവസ്ഥയുടെ കിരാതമായ നാളുകൾക്കകത്ത് നിങ്ങളെ പോലെയുള്ള പോലീസ് ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സമയത്തിനകത്ത് അവസാന നാളുകളിൽ മുഹമ്മദ് മുസ്തഫയോട് ചോദിക്കുകയാണ്, നിന്റെ ജീവൻ വേണോ SFI വേണോ എന്ന ഭരണകൂടത്തിന്റെ പോലീസിന്റെ ചോദ്യങ്ങൾക്കകത്ത് ജീവൻ പോയാലും SFI മതി എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം. ആ പോലീസുകാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെ പിടിക്കുന്നതിന്, ഞങ്ങളെ ആക്രമിക്കുന്നതിന് അല്ല നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ഈ നാടിനകത്തുള്ള സാധാരണപ്പെട്ട മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന ഈ ക്യാമ്പസിനകത്ത് നടന്നിട്ടുള്ള അനീതികളെ ചോദ്യം ചെയ്യാൻ വന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്യാമ്പസിനകത്ത് ശീതീകരിച്ച മുറിക്കകത്തിരിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, ആ അധ്യാപകരെ വിലങ്ങടിയിക്കാൻ ഏൽപ്പനുള്ള ആളുകളായി പോലീസുകാർ മാറണം. മറിച്ച് SFIക്കാരെ ആക്രമിക്കുന്ന നിലയിലേക്ക്, SFIക്കാരെ വിലങ്ങടിയിക്കുന്ന നിലയിലേക്ക് മാറ്റാതെ ഈ ക്യാമ്പസിനകത്തൊരു പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ആ പ്രിൻസിപ്പാളിനെ കയ്യാമം ചെയ്യാൻ ഈ നാടിനകത്തുള്ള ഭരണകൂടത്തിന് കഴിയണം. ഞങ്ങൾക്ക് ഈ പോലീസുകാരെ വിശ്വാസമുണ്ട്, ഈ നാടിനകത്ത് ഭരണ സംവിധാനത്തെ വിശ്വാസമുണ്ട്. ഈ നാടിനകത്തുള്ള അവസാനത്തെ വിദ്യാർത്ഥികൾക്കും ഈ നാടിനകത്ത് പഠിക്കുന്ന അവസാനത്തെ വിദ്യാർത്ഥികൾക്കും അവൻ്റെ ന്യായമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ എത്ര അടിച്ചമർത്തിയാലും, നിങ്ങൾ ഞങ്ങളെ ലോക്കപ്പിനകത്തിട്ടാലും, നിങ്ങൾ ഞങ്ങളെ ഇനിയും കൊന്നുകളഞ്ഞാലും ഈ നാടിനകത്തുള്ള സാധാരണപ്പെട്ട മനുഷ്യരായിട്ടുള്ള അവരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് SFIയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് നാടിനകത്തുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വർഷം ഈ ക്യാമ്പസിനകത്ത് 2 കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. കൊലപാതകം എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. കാരണം ആദ്യഘട്ടത്തിനകത്ത് ജൂലൈ മാസത്തിൽ ഈ ക്യാമ്പസിനകത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത്, ഈ ക്യാമ്പസിനകത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സമരവുമായി വന്നു. ഞങ്ങൾ സമരവുമായി വന്നപ്പോൾ 1-ാം ഗേറ്റിനകത്ത് മാത്രമായി ഞങ്ങൾ ആ സമരം ഉപേക്ഷിച്ചു. ആ സമരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഇതാ വീണ്ടും കഴിഞ്ഞ ദിവസം കണ്ടത് വീണ്ടും ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നതാണ്. ഈ ക്യാമ്പസിനകത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ പറഞ്ഞു വെക്കുകയാണ്, ഈ ക്യാമ്പസിനകത്തെ അധ്യാപകർ വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട്, മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ കുട്ടികൾക്കിടയിലേക്ക് വന്നുകൊണ്ട് കുട്ടികളെ ആകെ തന്നെ വരിഞ്ഞു മുറുക്കുന്ന നിലയിലേക്ക്, അവരെ ആകെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നിലയിലേക്ക് അവർ ഒരു ഘട്ടത്തിനകത്ത് തൻ്റെ വീട്ടിനകത്തോ തൻ്റെ സഹപാഠിക്കകത്തോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഈ ക്യാമ്പസിനകത്ത് ഇടിമുറികൾ സൃഷ്ടിക്കുന്ന ആളുകളായി ഈ ക്യാമ്പസിനകത്തെ അധികാരികൾ മാറുകയാണ്.
അത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാടല്ല കേരളത്തിനകത്ത് പോലീസ് സ്വീകരിക്കേണ്ടത്. അത്തരക്കാരെ കണ്ടെത്തിക്കൊണ്ട് ഈ നാടിനകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ പഠിക്കുന്ന, ഈ നാടിനകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മനസ്സമാധാനത്തോടെ പഠിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഈ നാടിനകത്ത് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ആളുകളായി ഈ നാടിനകത്തെ അധികാരി വർഗം മാറണം. ആ ആവശ്യമാണ് SFIക്കുള്ളത്. SFI ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ന്യായമായ ഒരു സമരമാണ് SFI മുമ്പോട്ട് വെക്കുന്നത്. ഈ സമരം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് SFI മാറുകയാണ്. ഞങ്ങൾക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഈ നാടിനകത്തെ ഭരണകൂടത്തെ, ഈ നാടിനകത്തെ ഭരണ സംവിധാനത്തെ ഞങ്ങൾക്കിപ്പോഴും വിശ്വാസമുണ്ട്.